പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് എൻഐഎ ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ശത്രുക്കൾ പാകിസ്ഥാനാണ് എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ പാകിസ്ഥാൻ മാത്രമല്ല, ഇനി ഒരു രാജ്യം കൂടെയുണ്ട്, അതായത് ചൈന. ചൈനയും ഇനി ഇന്ത്യയുടെ ശത്രുക്കളാണ്. അതായത് എൻഐഎ കണ്ടെത്തിയിരിക്കുന്നത് ഭീകരർ, അതായത് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്താനായിട്ട് ഭീകരർ ഉപയോഗിച്ച ഫോണുകൾ ചൈനയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് എത്തിയെന്നാണ് എൻഐഎ ഇപ്പോൾ പറയുന്നത്. ഇരു ഫോണുകളും 4 വർഷത്തോളം ഉപയോഗിച്ചിരുന്നില്ല. ഭീകരാക്രമണത്തിന് തൊട്ട് പിന്നാലെയാണ് ഫോണുകൾ ആദ്യമായി ഉപയോഗിച്ചത് എന്നൊരു നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് എൻഐഎ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. മൊബൈൽ കമ്പനിയിൽ നിന്ന് ശേഖരിച്ച വിശദാംശങ്ങൾ കുറ്റപത്രത്തിൽ ഉണ്ട്. 2021 ജനുവരി 1 കറാച്ചി ആസ്ഥാനമായുള്ള കമ്പനിയാണ് പാകിസ്ഥാനിലേക്ക് ഫോണുകൾ ഇറക്കുമതി ചെയ്തതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുകയാണ്. ഫോണുകൾ പാകിസ്ഥാനിൽ എത്തിയിട്ടും വർഷങ്ങളോളം ഉപയോഗിക്കാതെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നാണ് എൻഐഎയുടെ കണ്ടെത്തൽ. സാധാരണയുള്ള ആശയവിനിമയത്തിനല്ലാതെ ഭീകരപ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമായി ഈ ഫോണുകൾ പ്രത്യേകം സൂക്ഷിച്ചു വച്ചത് ആ ഒരു രീതിയിലേക്കാണെന്ന് എൻഐഎ ഉദ്യോഗസ്ഥർ പറയുകയാണ്. അതായത് ഫോണുകൾ സാധാരണ നമ്മൾ ഫോൺ വിളിക്കാനോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാനോ ആണ്. പക്ഷേ പഹൽഗാം ഭീകരാക്രമണത്തിന് വേണ്ടി മാത്രമാണ് ചൈനയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഈ ഫോണുകളെല്ലാം വരുത്തിയത് എന്നാണ് എൻഐഎ പറയുന്നത്. കൂടാതെ ഡിജിറ്റൽ തെളിവുകൾ അവശേഷിപ്പിക്കാതിരിക്കാൻ മൊബൈൽ നെറ്റ്വർക്കുകൾക്ക് പകരം ലോങ് റേഞ്ച് റേഡിയോ സംവിധാനങ്ങളാണ് ഇവർ ആശയവിനിമയത്തിനായി ഉപയോഗിച്ചതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഫോണുകളിൽ കോൾ റെക്കോർഡുകളോ സന്ദേശങ്ങളോ ഉണ്ടായിരുന്നില്ല എങ്കിലും ആക്രമണം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് തെളിയിക്കുന്ന മറ്റ് ഡിജിറ്റൽ വിവരങ്ങൾ ഫോറൻസിക് പരിശോധനയിൽ ലഭിച്ചിട്ടുണ്ട്. ഭീകരർ ഉപയോഗിച്ച നാവിഗേഷൻ ആപ്പിൽ ആക്രമണം നടന്ന ബൈസരൻ താഴ്വരയുടെ ലൊക്കേഷൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 22 നടന്ന ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഏപ്രിൽ 15, 16 തീയതികളിലെടുത്ത താഴ്വരയുടെ ഫോട്ടോകളും ഫോണിൽ നിന്ന് എൻഐഎ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ എൻഐഎ പറയുന്നത് ആക്രമണം നടത്തിയത് TRFന് അതോടൊപ്പം തന്നെ ഹമാസുമായും അൽ ഖ്വയ്ദയുമായും ബന്ധമുണ്ട് എന്നാണ് എൻഐഎ സംശയിക്കുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് സമാനമാണ് പഹൽഗാമിൽ നടന്നതെന്ന് എൻഐഎ കുറ്റപത്രത്തിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര ഗ്രൂപ്പുകളും ഹമാസും തമ്മിലുള്ള ബന്ധം എൻഐഎ പരിശോധിക്കുകയാണ്. ആക്രമണത്തിന് ശേഷം ഹമാസും ഭീകര സംഘടനകളും തമ്മിലുള്ള ആശയവിനിമയം വർദ്ധിച്ചെന്നും എൻഐഎയുടെ കണ്ടെത്തലുണ്ട്. 25 വിനോദസഞ്ചാരികളും ഒരു പ്രവാസികളും അടക്കം 26 പേരാണ് പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് കൊല്ലപ്പെട്ടത്. ആക്രമണം നടത്തിയ പാക് സ്വദേശികളായ ഫൈസൽ ജാട്ട്, ഹബീബ് താഹിർ, ഹംസ അഫ്ഗാനി എന്നിവരെ കഴിഞ്ഞ വർഷം ജൂലൈയിൽ നടത്തിയ ഓപ്പറേഷൻ മഹാദേവ് എന്ന സൈനിക നീക്കത്തിലൂടെ സുരക്ഷാ സേന വധിക്കുകയായിരുന്നു. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ-തൊയ്ബ, അതിന്റെ പോഷക സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നിവർ ഉൾപ്പെടെ 7 പ്രതികൾക്കെതിരെയാണ് 1597 പേജുള്ള കുറ്റപത്രം നൽകിയിരിക്കുന്നത്. 2025 ഏപ്രിൽ 22 പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നത്. ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബ ആസൂത്രണം ചെയ്ത ആക്രമണം TRF വഴി നടപ്പാക്കിയെന്നാണ് എൻഐഎ വ്യക്തമാക്കുന്നത്.